ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ, നമ്മൾ ടെഗൂനി, അർജൻറ്റൈൻ ടെഗൂനി നമ്മളൊരു പെയറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടേത് മെയിലാണ്, അപ്പോൾ ഇവർ ഫീമെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെയിൽ വലുതായില്ലേ. അപ്പം നമുക്ക് ഇവരെ ഇന്ന് പിന്നെ പെണ്ണിനെ കാണിക്കലും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് കാണിച്ചു കൊടുക്കാം, പെണ്ണിനെ കാണിച്ചു കൊടുക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് ആദ്യം ഫീഡ് ചെയ്തതിന് ശേഷം പെണ്ണിനെ എടുത്തോണ്ട് വരാം. തൊട്ടോ വാ, കടിക്കൊന്നുമില്ല, വാ. നല്ല ടൈം ഇടാം നമ്മളെ. ചിക്കനാണ് കൊടുക്കുന്നത്, ചിക്കൻ ഇതാ, വാ കഴിച്ചോടാ. ഇങ്ങനെ തൊട്ടോ വാ, തൊട്ടോ. എവിടുന്ന് വരുന്നത്? എറണാകുളത്തുനിന്നാ? തൊട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏയ് നമ്മളിവിടെ എല്ലാത്തിനും ഇങ്ങനെ ഓമനിച്ച് വളർത്തുന്നല്ലേ, ധൈര്യമായിട്ട് തൊട്ടോ. കയ്യിലെടുക്കണോ? വീഴക്കല്ലേ, വീഴരുതേ. ഇങ്ങനെ സപ്പോർട്ട് ചെയ്തെടുത്തോ. അങ്ങനെ എടുത്തോ. ഓക്കെ. അത് കുഴപ്പമില്ല, വേണമെങ്കിൽ ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഫീമെയിലിനെ കാണാം. വാ, നമ്മുടെ സഫാനാണെന്ന് നോക്കുന്നുണ്ട്, വീഡിയോ എടുക്കണ്ട. സഫാൻ എല്ലാ വീഡിയോയിലും ഭയങ്കര ഇഷ്ടമാണ് സഫാൻ എല്ലാവർക്കും. ആയി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്ന ഫീമെയിൽ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല അഗ്രഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം, ഒന്ന് ഫീഡ് ചെയ്തിട്ട് നോക്കാം. അതുപോലെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മെയിലിൻ്റെ കൂടെ ഒന്ന് മെല്ലനെ പരിചയപ്പെടുത്തി നോക്കാം. ഓക്കെ. ഇപ്പോൾ ഇതിനെ പുതിയ കൊണ്ടുവന്നതിന് പിടിക്കലൊരു ടാസ്ക്കാണ്, അത്യാവശ്യം നല്ല. ഏത് എൻ്റെ പൊന്നോ, നമ്മുടെ സബ്സ്ക്രൈബർ ഇതാ വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോയിൽ കാണാം. നിങ്ങളെയും കൂടി ടി വിയിൽ കാണാം. നോക്ക്. എന്താ പേര്? പേര് പറ. അല്ല, അമ്മേൻ്റെ പേര്? മാധവി. മോനാണല്ലേ. ഓക്കെ. എവിടുന്നാ വരുന്നത്? ഇരിട്ടി. അപ്പൊ എന്നെ ഇങ്ങനെ കണ്ടരം വിചാരിച്ചല്ലേ, ഇയാളല്ലേ ടി വി കാണുന്നത് അല്ലേ? ഓക്കെ. ഞാൻ എടുത്തന്നെ കുറച്ചപ്പുറത്ത് തന്നെ വീട്. മക്കളുണ്ട്, 2 മക്കളുണ്ട്, 2 ആൺകുട്ടികൾ. അതാ അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഇതാ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടുള്ള ഹായ്. നിങ്ങൾ അമ്മനെ നാളെ വീഡിയോയിൽ കാണാം. മാധവി അമ്മേൻ്റെ ഒരു അങ്ങനെ കൈയുണ്ട്, ഇങ്ങനെയൊക്കെ അല്ല. പിന്നെ എല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ മീനിൻ്റെ ഭക്ഷണവും വലിയ മീനെല്ലാം നമുക്ക് തിന്നാൻ കൊടുത്തിട്ടേ പോകണ്ടു കേട്ടോ. നമുക്ക് അമ്മനെ കൊണ്ടുവരാം. അപ്പം ഇവനെ ഫുഡ് എടുത്താലോ? ബാ ഒന്നും കൊണ്ടുവരണ്ട, എല്ലാം ഞാൻ തരാം. വാ, അത് നമുക്കൊരു അടിപൊളി കാഴ്ചയായിരിക്കും. വാ. തൂവൽ വേണോ? ശേഖരണുണ്ടോ? അത് കുഴപ്പമില്ല. വേണോ? നിങ്ങൾക്ക് എക്സ്ട്രാ വേണോ? നമ്മൾ എടുത്തു വെക്കാറുണ്ട്. ഇതുപോലെ തൂവൽ ശേഖരിക്കുന്നവർ അധികം വരും, പഠിക്കലിൻ്റെ ആവശ്യത്തിനെല്ലാം വേണ്ടി, പഠനത്തിൻ്റെ ആവശ്യത്തിനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെക്കുന്നത് വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ തരാട്ടാ. എന്നെ കയറിക്കോ. വാ. ഇവിടെ മാധവിയമ്മനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരാളൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാ നോക്കിയേ? വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവനെ? അല്ല, അതല്ല, വീഡിയോയിൽ കാണാറില്ല ഇവനെ. വീഡിയോയിൽ കാണല്ലേ? ഇവൻ ഇങ്ങനെ നോക്കണ്ട, ആള് ഭീകരനാണ്. കേൾവി കുറവുണ്ടല്ലേ? അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് തുറക്കാം. ഒരു മിനിറ്റ്, നമുക്ക് ഇതിന് ഭക്ഷണം കൊടുക്കാം കേട്ടാ. ഓക്കെ, ഞാൻ ഇപ്പോൾ തരാം കേട്ടോ. ഒരു മിനിറ്റ്. വാ മിസറേ. ഇതെല്ലാം നമ്മൾ ഏടല്ലോ കാട്ടിലെല്ലാം പോയിട്ട് എടുത്തോണ്ടിരുന്നല്ലേ. മാധവി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് കൊടുക്കേണ്ടത് ചെറിയ മീനാണ്. അപ്പോൾ മറ്റേ സ്റ്റിക്ക് ഇങ്ങനെ ഇറക്കി പിടിച്ചോ. ഈ മീനെ പിടിക്ക്. ആടല്ലേ, ഇവിടെ പിടിക്കും. ഇങ്ങോട്ട് പിടിക്കാം. നല്ലത് അങ്ങനെ ആക്കാൻ പറ്റുമോ? ഓക്കെ, ഈ മീനെ പിടിക്ക്. അറ്റത്ത് പിടിച്ചാൽ മതി, വാലിൽ പിടിച്ചാൽ മതി. ഓക്കെ, പിടിച്ചില്ലേ? ഓക്കെ, അതിന് മെല്ലനെ മുട്ട. അയ്യോ,
കിട്ടിയില്ലല്ലേ? അപ്പോൾ ഒന്നും കൂടി കൊടുക്കാം, ഒന്നും കൂടി കൊടുക്കാം. ഒന്നും കൂടി അമ്മ ഒന്നും കൂടി പിടിച്ചോ. ഇതാ പിടിക്ക്. മെല്ലെ മുട്ടിച്ച് കൊടുക്കണം കേട്ടോ, മെല്ലെ മുട്ടിക്ക്, വെള്ളത്തിൽ മുട്ടിക്ക് ഇട്ടുകൊടുക്ക. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ കൊടുത്തോ, ഒന്ന് മുട്ടിച്ചു കൊടുത്തേ നോക്കട്ടെ. ഇതാ ഓക്കെ, ഇതാടി സാറേ എന്നാ. അത് ഈ സ്റ്റിക്കോട് കറക്റ്റ് പിടിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ചെക്കൻ അടിച്ചതൊന്നുമില്ല. പേടിച്ചിട്ടൊന്നുമില്ല. അല്ല പിന്നെ അല്ലെങ്കിൽ ചെറിയ മീനായതുകൊണ്ട് ചിലപ്പോൾ ഇവർ പ്രായമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഡയബറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാണ്ടത്. സാധാരണ മീൻ ഇങ്ങനെ കൊടുക്കും. അല്ല, സാധാരണ ആൾക്കാർക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ കൊടുക്കാം. ചില സമയത്ത് കടിയൊക്കെ കിട്ടും. പക്ഷേ പ്രായമുള്ള ചിലപ്പോൾ ഡയബറ്റിക് ആണോ എന്താണോ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കാണ്ട് സ്റ്റിക്ക് കൊടുത്തത്. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വന്നപ്പോൾ സന്തോഷമായില്ലേ? എന്തായാലും ഭയങ്കര വിചാരിക്കാണ്ട് യാദൃശ്ചികമായിട്ടൊരു നല്ല സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് ടി വി കാണല്ലോ എന്ന് പറഞ്ഞിട്ടാ. അടിപൊളി. അപ്പോൾ നമുക്ക് ടെഗുവിനെ കാണാം. അപ്പോൾ നമ്മുടെ ടെഗു ഇതാണ്. നമ്മൾ ബാക്കിൽ തൽക്കാലം ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. മെയിൻ കേജിലേക്ക് മാറ്റണം. അത്യാവശ്യം പിന്നെ നല്ല കടിയനാണ്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് അടിച്ചാലും ഇടിച്ചാലല്ലോ നമുക്ക് നേക്കിൽ പിടിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നിൽക്കട എന്താ എൻ്റെ മോനെ. ആദ്യം എല്ലാം കൊണ്ടുവരുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാകാൻ കേട്ടോ. നല്ല അഗ്രഷൻ കാണിക്കൂ. പിന്നെ 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 പതുക്കെ സെറ്റാക്കി കൊണ്ടുവര തന്നെ നമ്മൾ രീതി അല്ലേ? കണ്ട ശരിക്കണ്ട അല്ല വയർക്കണ്ടേ. ഇപ്പോൾ നമുക്കൊരു കാര്യം ജീവനെ മെല്ലനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അതുപോലെ നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന പ്രാവിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാ, അതിനെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ആദ്യം അതിനെ ഞാൻ അത് കയ്യിൽ വരുന്ന കാണിച്ചു തരാം. എന്നിട്ട് ഇവൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ. എടാ കുറച്ച് തീറ്റ ഇതണ്ട കൈ കാണുമ്പോൾ തന്നെ തരൂ. ഉണ്ടാ ഇതെല്ലാം നമ്മളെ പറവൻ്റെ കുട്ടികളും. ഇതെല്ലാം ഒരു വികാരമാണ് പ്രാവിൻ്റെ. അതുപോലെ നമ്മളിങ്ങനെ കൈ തുറന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇവർ കയ്യിൽ തന്നെ വാങ്ങിക്കും. അതുപോലെ നമ്മൾ ബോട്ടിൽ വെച്ചിട്ടുള്ള ഫുഡ് കൊടുക്കും കേട്ടോ. നമ്മളങ്ങനെ കൈ കൊണ്ട് വളർത്തുന്നതാണ്. വാടാ ഒന്ന് ചെറിയ ഡാമേജ് ഉണ്ട്. ഒരു കുട്ടി, ഈ കുട്ടി ചെറിയ ഡാമേജാണ്. മിക്കവാറും മിസ്സാവും. പക്ഷെ നോക്കുന്നുണ്ട്, കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട്. അയ്യോ ഓക്കെ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഫീഡ് തരാം. ആയിക്കോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കട്ടെ. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. വീഡിയോ ഓണാക്കുമ്പോൾ തന്നെ കണ്ടൻറ് ഇങ്ങനെ മുന്നിലേക്ക് വരും. അതിൻ്റെ ഇടയ്ക്ക് അറിവ് പറഞ്ഞു ഭാവിക്കാം വീഡിയോ ക്യാമറ എടുത്തിട്ട് ഇറങ്ങിയാൽ മതി, ബാക്കി മുന്നിൽ എന്തെല്ലോ കിട്ടുമെന്നുള്ളത്. ഒരിക്കൽ പിടിച്ച് തെറ്റാകുമ്പോഴേക്ക് ആൾ ഓക്കെ ആകുന്നുണ്ട് കേട്ടോ. ഓക്കെ ബാ പെട്ടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനത്തെ പിന്നെ പ്രാവിനെല്ലാം കണ്ട എനിക്കൊരു ഇളക്കം കൂടുതലാണ്. നമുക്ക് അവിടുന്ന് ചിക്കൻ ഫീഡ് ചെയ്യാം. ഇത് തളർന്നാ എല്ലാവരും ചൂടായിട്ട് തളർന്നാ. പിന്നൊരു കാഴ്ചയും കൂടി കാണിച്ചു തരേ. പോകുന്ന വഴിക്ക് നമ്മുടെ ഹണീനെ കണ്ട ചൂടായതുകൊണ്ട് നമ്മൾ രോമൊക്കെ ഫുള്ളായിട്ട് ട്രിം ചെയ്തേ. ഓക്കെ, ചെറിയതായി ആ രോമത്തിലാണ് പിടിച്ചിരിക്കുന്നുണ്ടായി. ഹണി ബേബി. ചെറുതായി അല്ലേ? പക്ഷെ ബാക്ക് അതേപോലെ ഉണ്ട് കേട്ടോ. ബാക്ക് എടാ ഹരി ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഇവനെ ഒന്ന് കാണട്ടെ. ഒന്ന് ഹണീനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ പിന്നെ ഇതുണ്ട്, ടെഗുണ്ട്. ഒന്ന് അങ്ങോട്ടേക്ക് ജസ്റ്റ് നടത്തിച്ചേ. പോട്ടെ കണ്ടാ ഫാറ്റൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ സെറ്റാണ്. ഓക്കെ അതേപോലെ നമ്മുടെ പശുവിനെ കണ്ട നല്ല മാറ്റം വന്നില്ലേ?
മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണനെ പോലെ അല്ല കേട്ടോ, ഇവർ അത്യാവശ്യം കുറച്ചും കൂടി വലുപ്പമുണ്ട്. പക്ഷേ ഇപ്പം മേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് അത്യാവശ്യം കേട്ടോ. അതുപോലെ നല്ല ആക്റ്റീവാണ് കേട്ടോ, കെട്ട 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 നല്ല കട്ടക്ക് നിൽക്കും, സംസാരം കേൾക്കുമ്പോൾ വരും. അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല ഓടിച്ചാടി കളിക്കുകയും ചെയ്യും കേട്ടോ. എന്നാ ഇതെന്താ 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 ആ ആ നല്ല നല്ല ഷേപ്പിൽ നോക്കിയാൽ നല്ല കുട്ടപ്പന്മാരായിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് കൂടുതലാണ്, കണ്ണൻ്റെ പോലെയല്ല, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇനി എത്രത്തോളം വളർന്നു വരുമെന്നുള്ളത് കണ്ടറിയാം. അതുപോലെ ആക്റ്റീവ് തന്നെ കേട്ടോ, അതാണ് ആകെയുള്ള സമാധാനം. ഈ വളർച്ച കുറച്ചും കൂടി കൂടുന്നതിനനുസരിച്ചിട്ട് ഇവർ ആക്റ്റീവ് ആവും. അതുപോലെ പിന്നെ എന്താ പറയുക, പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നെ കാണുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാ റിയോ ബേബി. ഇതിനെ കണ്ടോണ്ട വരാത്തേട്ടാ. ബാ കടിക്കൂ. അതുപോലെ നമ്മുടെ ജോട്ടനെ കണ്ട, ജോട്ട നിന്ന് ഉറങ്ങിയത്. ജോട്ട ബേബി, ജോട്ട ബാ ബാ. ഉറക്കത്ത് എണീപ്പിച്ച് വേടാ, വരും കേട്ടോ, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ബേബി. അല്ലടാ വരും അതിനൊന്നും നോക്കാണ്ട് പോകുന്നതിൻ്റെ വിഷമം. അതുപോലെ ഗ്രൂം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ കിവിന് അടുക്കടുക്ക കിവിനെ കാണിച്ചില്ല. കിവിന് ഇതാ പ്രസവമെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കുറച്ചായിട്ട്. ഇപ്പോൾ രോമെല്ലാം ഇതാ ശരിയായി വരുന്നുണ്ട്. കിവി വീണ്ടും നല്ല ഹെൽത്തി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഫുൾ സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നവർക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ടിലെ തറൻ്റെ മേൽ ഉണ്ടാവും കേട്ടോ. സാധാരണ അവിടെയാണ് ഇവനെ കൊണ്ടുവെക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ അവിടെ വെക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആ പ്രസവമൊക്കെ കഴിയുമ്പോൾ രോമൊക്കെ പോകില്ലേ, അതൊക്കെ പോയി ക്ലിയർ ആയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ വെക്കാം കേട്ടോ. ഓക്കെ. അതുപോലെ പിന്നെ 1-2 കൂട് മെയിൻ്റനൻസ് പണി നടക്കുന്നുണ്ട്. അത് നമ്മളെപ്പോഴും ഓരോ കൂടായിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടുപോയി ചെയ്യാൻ കേട്ടോ. വർഷത്തിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ റെസ്റ്റ് വന്ന് പിന്നെ അതുപോലെ മറ്റേ ബേഡ്സിൻ്റെ വായിൽ തുരുമ്പൊക്കെ കയറിയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, കാരണം ഇവർ കടിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഡയമണ്ട് ഡോവിനെ ക്രസ്റ്റഡ് ഡോവ് അത്യാവശ്യം പിന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 കൂടി ആയിട്ടുണ്ട്. സെറ്റല്ല എനിക്ക് ഒന്ന് പിന്നെ ഇത് 2 ഫീമെയിലാന്ന് തോന്നുന്നു, ഒരു മെയിലേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. അത് രസമാണ് കേട്ടോ. ചില സമയത്ത് അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കാണാൻ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ചില സമയത്ത് ചെയ്യൂല, എന്നാലും ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടി നല്ല രസം. പിന്നെ നമ്മളെ വൈറ്റ് സ്വാനെ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും വൈറ്റ് സ്വാൻ എടുത്ത് തന്നെ എത്തി. നമ്മൾ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിട്ടില്ല വൈറ്റ് സ്വാൻ. അതുപോലെ നമ്മൾ വെള്ളച്ചാട്ടത്തിലെല്ലാം കുറച്ചും കൂടി ബ്ലാക്ക് കളർ അടിച്ച് നല്ല നാച്ചുറലായിട്ട് തോന്നാൻ തുടങ്ങിയേ. ഫോട്ടോ എടുക്കണോ? എടുക്കാമല്ലോ. എടുക്കാം ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ ടെഗുവിന് മറ്റേ ടെഗുവിനോട് വെച്ചേ നമുക്ക് കാണിക്കാമല്ലോ, ഒരുമിച്ച് കാണിക്കാമല്ലോ. വാ ഒറ്റ സെക്കൻഡ് കേട്ടോ, ഇപ്പോൾ വരെ. വെയിലും തട്ടണ്ടേ, വെയിൽ തട്ടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഹരി ഫുഡ് എടുത്തു, ഫുഡ് ഓക്കെ. അപ്പോൾ 2 ഒരുമിച്ച് കാണിക്കുന്ന ആ അസുലഭ മുഹൂർത്തത്തിലേക്ക് നമ്മളിതാ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അർജൻറ്റീൻ ടെഗു. ഫുഡ് ഇവിടെ വെച്ചേ. ഓക്കെ. അത് 2 കണ്ടിട്ടുണ്ടേ, മുന്നിൽ കണ്ട് മെയിൽ ഫീമെയിലിൻ്റെ ആദ്യത്തെ കാഴ്ച. ഒരു ബന്ധമില്ലല്ലോ. നമ്മൾ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഒരു അടിയങ്ങ് ഉണ്ടാവും, അതുമില്ലേ. ഇനിയിപ്പോൾ ഈ സൈസിലേക്ക് കയറി വരാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും. നല്ല രീതിയിൽ ഗ്രോത്ത് ആകുന്ന ജീവിയാണ് കേട്ടോ ടെഗു. കഴിക്കടാ, ഫുഡ് കഴിച്ചോ. കഴിച്ചോ. ആൾ സെറ്റായി കേട്ടാ. എടുത്തുകൊണ്ട് നിന്നാൽ പെട്ടെന്ന് ശരിയാവും. അതിപ്പോൾ നമ്മളാകുമ്പോൾ ഇവിടുന്ന് എന്താക്കുന്ന പറഞ്ഞാൽ ഡെയിലി എടുത്താകുമ്പോൾ പിന്നെ ആ ഒരു കടിക്കുന്ന സാധനവും ആ ഒരു അപരിചിതത്തൊക്കെ പോകും കേട്ടോ. പിന്നെ നല്ല സുപരിചിതനാവും നമ്മുടെ. പിന്നെ ഒരാളെയും കൂടി കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ സൽക്കട്ടനെ കണ്ട. നമ്മളൊരാൾ ഫോട്ടോ എടുക്കാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ മുത്തേ ബാ
വാ 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 ഡാ. ഇവർക്ക് പിന്നെ ചൂടായ പിന്നെ നല്ല കൊയ്ത്താണ് കേട്ടോ, നല്ല തന്നെ. ഇവർ ചൂടാകുമ്പോൾ നല്ല ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ സൂര്യപ്രകാശമെല്ലാം നല്ല രീതിക്ക് കിട്ടും. ചൂടാകുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്ന ജീവികളാണ് എനിക്ക് തോന്നുന്നു നമ്മളെ ചുറ്റുപാടിലും കൂടുതലുള്ള കേട്ടോ. തണുപ്പാണ് ഇവരുടെ മെയിനായിട്ടുള്ള ശത്രുക്കൾ. തണുപ്പുണ്ടാകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളാണ്. ചൂടുണ്ടാകുമ്പോൾ എല്ലാ ഓൾമോസ്റ്റ് ജീവികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഡോഗ്സിനും ക്യാറ്റിനും മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കേട്ടോ. അവർക്ക് നമ്മൾ കൂളറും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. അതുപോലെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാമല്ലോ. വാ, ഈ നമ്മൾ വെള്ളം വെച്ച് കൊടുത്ത കേജിൽ ഇവരെല്ലാം നന്നായിട്ട് വെള്ളത്തിൽ മറ്റേ ഇറങ്ങി കുളിച്ച് കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ 7 എമൗണ്ട്. പിന്നെ ഒരു കാര്യം അത് കാണിച്ചു തരാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. നമ്മൾ 4 ആളി ഒരുമിച്ചാക്കിയിട്ടുണ്ടേ. നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ മാറ്റിയിട്ടില്ലേ, അച്ഛനെയും അതുപോലെ പിന്നെ ആദ്യം ഉണ്ടായ കുട്ടീനെയും മാറ്റിയിട്ടില്ലേ, അവർ 2 ആളി നമ്മൾ ഒരുമിച്ചിട്ട്. ഇതാണ് അച്ഛൻ, ഈ ഞാൻ കിടക്കുന്നതാണ് അച്ഛൻ. അതുപോലെ ആദ്യം ഉണ്ടായ കുട്ടി, ഇവർ 2 ആളെയാണ് നല്ല നമ്മൾ ആദ്യത്തെ അമ്മ കടിച്ച് പണിയിച്ചത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ലാസ്റ്റ് ഇറങ്ങിയ കുട്ടീനെ കണ്ടേ, ഇതാണ് താഴത്തേക്കുന്ന നമ്മുടെ ബേബി. അതാ ഇവനാണ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ മുത്തുമണി. ഇവനേന്ന് ആ ചെറുപ്രായത്തിൽ ഈ അമ്മ മേൽ കാണിച്ചേ, ഇവനിങ്ങനെ എടുത്ത് ഓടിച്ചാടി എടുത്ത് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ചത്തുപോകുന്നൊക്കെ വിചാരിച്ചിനി ഒരു കുഴപ്പമില്ല, നല്ല സെറ്റായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല പേടിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല പേടി തോണ്ടണം. ഓടുന്ന് നോക്കിയാൽ കേട്ടോ, അത് നമ്മൾ കയ്യിലെടുത്തിട്ടൊന്നും ഒരു രക്ഷ. പക്ഷേ കയ്യിൽ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ നല്ല പേടി മാറട്ടായിരുന്നു. പക്ഷേ ഈ അമ്മ ഭയങ്കര പ്രകൃതിയായിരുന്നു. അപ്പോൾ തീരെ നമുക്ക് എടുക്കുമ്പോഴും ഭയങ്കര ബേജാറായിട്ടുണ്ടാ. ഇതണ്ട നല്ല രസമുള്ള കളറാണ് ഇപ്രാവശ്യം ഇറങ്ങിയത്. അത്യാവശ്യം നല്ല വൈറ്റ്, അച്ഛൻ്റെ നല്ല രൂപം വന്നിട്ടുണ്ടായി. ചെറിയൊരു പാറ്റേൺ മാത്രമേ ആ ഒരു ഫീമെയിൽ സൈഡിലേക്ക് പോയിട്ടുള്ളൂ. കൂട്ടി കയറി ഒളിച്ച് ഇതന്നെ സ്ഥിരം പരിപാടി. നമ്മൾ ടെഗ് കൂടെ വന്നിട്ടുണ്ടേ. നിൻ്റെ വീഡിയോ ഒന്ന് മനസ്സിലായിനാ? നമുക്ക് തമ്മിലിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കല. അയ്യോ 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 അയ്യോ, എന്തിനാടാ എന്താടാ എന്താടാ. എല്ലാ ജീവിക്കും ഉമ്മ കൊടുക്കുന്നോട്ട് ഭയങ്കര പ്രശ്നം. നമ്മളെ ഉമ്മയിലാന്ന് പ്രശ്നം, വേറെ ആയിരിക്കുമല്ല. നമ്മളെ വീട്ടിലാന്ന് ഉമ്മാക്കല്ലാന്ന് പ്രശ്നം. എന്തിനാണ് ജീവികൾക്കെല്ലാം പോയിട്ട് ഉമ്മ കൊടുക്കുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ സംഭവം നമുക്ക് ചെയ്യാനുണ്ടല്ലേ, അത് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, സൗണ്ട് കുറേ സംസാരിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. ഒരടിപൊളി ഐറ്റത്തിനെല്ലാം കാണിക്കാനുണ്ട്, ഒരു സർപ്രൈസ് ആയിട്ട് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.